In God's garden of grace, even broken trees bear fruit. ദൈവത്തിൻ്റെ കൃപയുടെ തോട്ടത്തിൽ ഒടിഞ്ഞ മരങ്ങൾ പോലും ഫലം കായ്ക്കുന്നു. നാം ഒരുപക്ഷെ ഒടിഞ്ഞവരും ഉടഞ്ഞവരും തകർന്നവരും ഉപയോഗശൂന്യരും അയോഗ്യരുമാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടായേക്കാം. ഇങ്ങനെയുള്ള തോന്നൽ പലരെയും നിഷ്ക്രിയരാക്കി മാറ്റുന്നു എന്ന കാര്യം അറിയുക. നാം ഇങ്ങനെയൊക്കെയുള്ളവരാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും നാം ഏവരും ദൈവത്തിൻ്റെ നിധികളാണ്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നുവെന്നും അവിടുത്തെ ഉദ്ദേശ്യങ്ങൾക്കായി നമ്മെ ഉപയോഗിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്നും നാം അറിയുക. പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മെ ഒടിഞ്ഞവരും ഉടഞ്ഞവരുമാക്കിയേക്കാം. ഇനി ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, ദൈവത്തിന് ഇനി എന്നെ ആവശ്യമില്ല എന്നിത്യാദി ചിന്തകൾ പലവിധമായ സാഹചര്യങ്ങളുടെ മുഖത്ത് നാം പറഞ്ഞെന്നാലും നമ്മുടെ ദൈവത്തെക്കുറിച്ച് തിരുവചനം പറയുന്നത് യെശയ്യാപ്രവചനം 42-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ചതഞ്ഞ ഓടക്കുഴൽ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. നാം ഏത് അവസ്ഥയിൽ ഇന്നായിരിക്കുന്നുവോ അതേ അവസ്ഥയിൽ ദൈവത്തിനായി ഫലം കായ്ക്കുന്നവരായി തീരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തെപ്പറ്റി ഒരു വിവർത്തനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. 1-ാം സങ്കീർത്തനം 3-ാം വാക്യം, They will be standing firm like a flourishing tree planted by God's design, deeply rooted by the brooks of bliss, bearing fruit in every season of their lives. ദൈവത്തിൻ്റെ രൂപകൽപ്പനയാൽ നട്ടുപിടിപ്പിച്ച തഴച്ചു വളരുന്ന വൃക്ഷം പോലെ ഉറച്ചു നിൽക്കും. ആനന്ദത്തിൻ്റെ അരുവികളാൽ ആഴത്തിൽ വേരൂന്നിയ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സീസണുകളിലും ഫലം കായ്ക്കുന്നു. നമ്മെ ദൈവം തൻ്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്നത് ആഴമുള്ള കൃപയുടെ ആറ്റിനരികത്താണ്. ഒടിവോ ചതവോ വൃക്ഷത്തിനുണ്ടായെന്നാലും എല്ലാ സീസണുകളിലും, അതായത് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഫലം കായ്ച്ചു കൊണ്ടിരിക്കുവാൻ കഴിയും. കാരണം കൃപയുടെ ആറ്റിനരികത്താണ് നാം നിൽക്കുന്നത്. നാം എന്ന വൃക്ഷത്തിൻ്റെ ചില കൊമ്പുകൾ ഒടിഞ്ഞു പോയെന്നാലും തിരുവചനം പറയുന്നു, ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അതിൻ്റെ ഇളംകൊമ്പുകൾ വിടരാതിരിക്കുകയില്ല, അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഡിയർ ഫ്രണ്ട്സ്, നാം ഒടിഞ്ഞവരായിരിക്കാം, എന്നാൽ നാം ദൈവത്തിൻ്റെ കൃപയുടെ തോട്ടത്തിലാകൊണ്ട് നമ്മിൽ നിന്നും ഫലം പുറപ്പെടണം. നമുക്ക് വിശ്വസിക്കാം, കൃപയെന്ന വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് നാം പൊട്ടിക്കിളിർക്കും, തളിർവിടും, ഫലം കായ്ക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.